ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടെ എന്തും ചെയ്തിട്ട് പോകാവുന്ന ഒരവസ്ഥ. അതായത് സ്വന്തമായിട്ട് ഭൂമിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൽ മുതൽ മുടക്കാനുള്ള പൈസയോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് ഇവിടെ നമുക്കൊരു ബിൽഡറായി ഇവിടെ വരാം. പരസ്യങ്ങൾ വഴി നമുക്ക് കുറേ ആളുകളെ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് നിക്ഷേപകരായി കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ പോയതുകൊണ്ട് തന്നെ ഒരു 2008 ആയപ്പോഴത്തേക്കും മൊത്തത്തിലുണ്ടായ ഒരു ഗ്ലോബൽ റെസഷൻ്റെ ഭാഗമായിട്ട് നമുക്കും വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് ഈ സെഗ്മെൻറ്റ് പോകുകയുണ്ടായി. അത് ഒരുപാട് പേരെ മോശമായിട്ട് ബാധിച്ചു, സെഗ്മെൻറ്റിനെ തന്നെ ഒരുപാട് മോശമായിട്ട് ബാധിച്ചു. എന്നാലും ആ ഒരു കറക്ഷൻ പീരീഡ്, അതായത് 2008 മുതൽ 2013 വരെയുള്ള ആ ഒരു കറക്ഷൻ പീരീഡ്, ആ ഒരു കാലഘട്ടത്തിന് അതിജീവിച്ച ആളുകൾ അല്ലെങ്കിൽ ആ ഡെവലപ്പേഴ്സ് എല്ലാവരും ഇന്നും വളരെ നല്ല രീതിയിൽ മാർക്കറ്റിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് വഴി ഞാൻ പ്രധാനമായിട്ടും പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങിക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ബിൽഡറുടെ ഒരു ട്രാക്ക് റെക്കോർഡാണ് എന്നുള്ളതാണ്. എത്ര പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ എന്താണ്, നിലവിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ പ്രൊജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിൽഡറുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെ 2013 ശേഷം ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് കൊച്ചിയെ സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അത് 2015-16 ററ നിയമങ്ങൾ വന്നതോടു കൂടിയിട്ട് ഒരു കസ്റ്റമർ പ്രൊട്ടക്ഷൻ കുറേയും കൂടി ശക്തമാവുകയും ചെയ്തപ്പോൾ ആ ഒരു കാര്യത്തിൽ കേററ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കുകയും ഇപ്പോൾ നിലവിൽ ഉള്ള എല്ലാ പ്രൊജക്റ്റുകളും ഒക്കെ ഈ കേരളയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ തുടർന്ന് പോകുന്നത്. അപ്പോൾ ഈ ററ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ പ്രത്യേകമായിട്ട് അതിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിലവിൽ വളരെ സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ഈ പറഞ്ഞ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിവർഷം ഒരു 10 മുതൽ 15% വരെ അപ്രിസിയേഷൻ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിലും ഇങ്ങനെ തന്നെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത്.